അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിൻ്റെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ ഘട്ടത്തിൽ പറഞ്ഞതുപോലെയുള്ള തീരുമാനങ്ങളുമായിട്ട്, അല്ലെങ്കിൽ ആ പ്രചാരണ ഘട്ടത്തിൽ അദ്ദേഹം വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ നടപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം പകരച്ചുങ്കം, റെസിപ്രോക്കൽ താരിഫ് എന്ന് അദ്ദേഹം പറയുന്നു, മറ്റ് രാജ്യങ്ങൾ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ നികുതി ചുമത്തുന്നതിന് ആനുപാതികമായ നികുതി അമേരിക്ക ആ രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ചുമത്തുക എന്ന നയം സ്വീകരിച്ചിരിക്കുന്നു. ലോക വ്യാപാര സംഘടനയോ അല്ലെങ്കിൽ വിവിധ വ്യാപാര കരാറുകളോ ഒക്കെ നിലനിൽക്കുന്ന ട്രേഡ് ആൻഡ് താരിഫ് സംബന്ധിച്ചുള്ള ജനറൽ എഗ്രിമെൻറ്റ്, ഗാട്ട് എന്ന് നമ്മൾ കുറേ കാലം മുമ്പ് മുതൽ പറഞ്ഞു കേട്ടിരിക്കുന്ന ജനറൽ എഗ്രിമെൻ്റ് ഓൺ ട്രേഡ് ആൻഡ് താരിഫ് മുതൽ തുടങ്ങിയ ലോകത്തെ മൊത്തം ഒറ്റ കമ്പോളമായി കണക്കാക്കുകയും അതിനനുസരിച്ചുള്ള വ്യാപാര വാണിജ്യ ഉടമ്പടികളിൽ വിവിധ രാജ്യങ്ങൾ ഏർപ്പെടുകയൊക്കെ ചെയ്യുന്ന സങ്കല്പം, അത് കുറേ കാലമായി മുന്നോട്ട് വച്ചിരുന്നതാണ്. അമേരിക്ക അടക്കമുള്ള വികസിത രാഷ്ട്രങ്ങൾ, അവർക്ക് മറ്റ് രാജ്യങ്ങളുടെ വിപണി ആവശ്യമായി വന്നിരുന്നു. അങ്ങനെ ഒരു സിസ്റ്റത്തിൽ നിന്ന് മാറിക്കൊണ്ട് കുറേ കൂടെ പ്രൊട്ടക്ഷനിസ്റ്റ് ആയിട്ടുള്ള നിലപാടിലേക്ക് അമേരിക്ക മാറുന്നതിൻ്റെ തുടക്കമായിട്ട് വേണമെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ കോവിഡാനന്തരം അങ്ങനെ ഒരു നിലപാടിലേക്ക് അമേരിക്ക മാറുന്നതിൻ്റെ തുടർച്ചയായിട്ട് വേണമെങ്കിൽ ട്രംപിൻ്റെ നടപടികളെ കാണാം. അതിൻ്റെ കുറേ കൂടെ തീവ്രമായ നടത്തിപ്പായിട്ട് ട്രംപിൻ്റെ നിലപാടിനെ കാണാം. ഇത് സാമ്പത്തികമായിട്ട് ഒരുപാട് ആഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 26% നികുതിയാണ് ട്രംപ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് 52% നികുതി ചുമത്തിയിട്ടുണ്ട്. എല്ലാത്തിനും 52% അല്ല, ജനറലി എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ശരാശരി എടുക്കുമ്പോൾ 52% നികുതി അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ ചുമത്തിയിട്ടുണ്ട് എന്ന് കാണിച്ചുകൊണ്ടാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 26% നികുതി അമേരിക്ക ചുമത്തുന്നത്. ഇതിപ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ 26% നികുതി ചുമത്തിയാൽ എന്താണ് കുഴപ്പം എന്ന് വേണമെങ്കിൽ തോന്നാം. പക്ഷേ ഇപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് സമുദ്രോൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട്, സംസ്കരിച്ച ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. അതിന്മേൽ 26% നികുതി ഏർപ്പെടുത്തപ്പെടും. അങ്ങനെ ചുങ്കം ഏർപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ഈ കേരളത്തിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന സമുദ്രോൽപ്പന്നങ്ങൾക്ക് അവിടെ വില കൂടും. അപ്പോൾ അതിൻ്റെ ഡിമാൻഡ് കുറയാൻ സാധ്യതയുണ്ട്. സ്വാഭാവികമായിട്ടും ഇവിടുത്തെ പ്രൊഡക്ഷനെ അത് ബാധിക്കും. പ്രൊഡക്ഷനെ അത് ബാധിച്ചു കഴിഞ്ഞാൽ അവിടെ ജോലി ചെയ്യുന്ന ആളുകളെ ബാധിക്കും. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ആ വരുമാനം കൊണ്ട് ജീവിച്ചു പോകുന്ന മനുഷ്യരെ അത് ബാധിക്കും. അങ്ങനെയുള്ള സാധ്യതയുണ്ട്. അതുപോലെ കേരളത്തിലെ ഈ കറി പൗഡർ അങ്ങനെയുള്ള സംഗതികളൊക്കെ ഒരുപാട് ആളുകൾ അമേരിക്കയിൽ ഉപയോഗിക്കുന്നത്, അത് ഇവിടുന്ന് കയറ്റുമതി ചെയ്യുന്നതാണ്. അതിനെയൊക്കെ ഇത് ബാധിക്കും. അങ്ങനെ ബാധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉൽപ്പാദനത്തെ ബാധിക്കാം. അങ്ങനെ ഇങ്ങനെ പലതരത്തിലുള്ള ഇമ്പാക്റ്റുകൾ ഇത് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇതാണ് ഇതിൻ്റെ സാമ്പത്തികമായ അല്ലെങ്കിൽ തൊഴിൽപരമായ ആഘാതം എന്ന് നമുക്ക് പറയാം. ഇതിനേക്കാൾ വലുതാണ് ഒരുപക്ഷെ ഇതിൻ്റെ രാഷ്ട്രീയമായ ആഘാതം. ഞാൻ ഇന്ത്യയുടെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. ഇന്ത്യക്ക് മേൽ നികുതി ഏർപ്പെടുത്തുന്നുണ്ട്, ചൈനയ്ക്ക് മേൽ നികുതി ഏർപ്പെടുത്തുന്നുണ്ട്, അതുപോലെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് മേൽ നികുതി ഏർപ്പെടുത്തുന്നുണ്ട് എന്ന് വേണ്ട, മനുഷ്യവാസമില്ലാത്ത ഒരു ഐലൻഡിൻ്റെ പുറത്ത് വരെ 10% നികുതി ട്രംപ് ഏർപ്പെടുത്തുന്നത്. ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് എന്തായിരിക്കും എന്നാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കൊപ്പം ഉള്ളത് ഡോക്ടർ ജോസഫ് ആൻ്റണി അദ്ദേഹമാണ്. അദ്ദേഹം കേരള സർവകലാശാലയിലെ രാഷ്ട്രതന്ത്ര വിഭാഗത്തിൻ്റെ മുൻ മേധാവിയാണ്. സ്വാഗതം. ഞാനിത് സംസാരിക്കുമ്പോൾ ഇങ്ങനൊരു തീരുമാനം ഇത് നേരത്തെ പ്രഖ്യാപിച്ചതാണ്. അതിൻ്റെ ഒരു ടെസ്റ്റ് ഡോസ് എന്നുള്ള നിലയിൽ ഇപ്പോൾ മെക്സിക്കോ, കാനഡ, ചൈന എന്നിവർക്കുമേലൊക്കെ ചെറിയ നികുതി ഏർപ്പെടുത്തും എന്ന് പ്രഖ്യാപിച്ചിരുന്നു. കുറച്ച് പിൻവാങ്ങിയതിന് ശേഷം പിന്നീട് അത് ഏർപ്പെടുത്തി. ഇതെല്ലാ രാജ്യങ്ങൾക്ക് മേലും ഇത് ട്രംപ് ഏർപ്പെടുത്തും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. അതായത് പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ തീരുമാനമൊന്നും അല്ല ഇത്. വാസ്തവത്തിൽ ഈ ഒന്നാം ട്രംപ് കാലത്ത് തന്നെ ഇത്തരം താരിഫ് ഏർപ്പെടുത്താൻ അദ്ദേഹം തീരുമാനിച്ചതാണ്. അദ്ദേഹം അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെട്ടതാണ്. അന്ന് അദ്ദേഹത്തിന് അത് ചെയ്യാൻ കഴിയാതിരുന്നത് അന്നത്തെ ധനകാര്യ സെക്രട്ടറിയും അന്നത്തെ ഈ വ്യാപാര സെക്രട്ടറിയുമായിരുന്ന ആളുകൾ ട്രംപിനോട് പറഞ്ഞു, അത് ആപത്താണ്, നമ്മൾ അങ്ങനെ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നമുക്ക് തന്നെ ആയിരിക്കും എന്ന് അന്ന് അവരെ ബോധ്യപ്പെടുത്തിയത് കൊണ്ടാണ്, അല്ലെങ്കിൽ ബോധ്യപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞത് കൊണ്ടാണ് ട്രംപിന് ആ പരിപാടിയുമായിട്ട് അന്ന് മുന്നോട്ട് പോകാൻ കഴിയാറുന്നത് എന്ന് ഈ ബോബ് വുഡ്വേർഡ് എന്ന് പറയുന്ന ഈ ട്രംപിനെ കുറിച്ച് ആധികാരികമായ 2 പുസ്തകങ്ങൾ, അതായത് ബോബ് വുഡ്വേർഡ് എന്ന് പറയുന്നത് ഈ നിക്സന്റെ വാട്ടർഗേറ്റ്
രംഗത്ത് കൊണ്ടുവരികയും പിന്നെ അദ്ദേഹം രാജിവെക്കുകയും ചെയ്യേണ്ടി വന്ന അതിന്റെ കാരണക്കാരനായിട്ടുള്ള വുഡ്വേർഡ് 2 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഈ അടുത്ത കാലത്ത് പറഞ്ഞാണ് അന്നത്തെ ഈ ധനകാര്യ ഈ വ്യാപാര സെക്രട്ടറിമാരായിരുന്ന ആൾക്കാർ ഇതിന്റെ ആപത്ത് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയത് കൊണ്ടാണ് അന്ന് അദ്ദേഹത്തിന് അത് ഇറങ്ങി പുറപ്പെടാൻ കഴിയായിരുന്നത്. ഇന്ന് അദ്ദേഹത്തിന് എന്തുകൊണ്ട് ഇറങ്ങി പുറപ്പെടാൻ കഴിയുമെന്ന് ചോദിച്ചാൽ ഇത് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആശയം. അദ്ദേഹം പറയുമല്ലോ, ഈ താരിഫ് എന്ന് പറയുന്നതാണ് ഡിക്ഷണറിയിലെ ഏറ്റവും പ്രിയപ്പെട്ട, ഏറ്റവും മനോഹരമായ വാക്ക്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വാക്കും അതാണ് എന്ന് അദ്ദേഹത്തിന്റെ ചിന്തയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ സാമ്പത്തിക ശാസ്ത്രം, അതായത് ഈ ലോകത്തുള്ള സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ജോസഫ് സ്റ്റീഗ്ലിറ്റ്സിനെ പോലെയുള്ള ആളുകൾ, യൂറോപ്യൻ കമ്മീഷന്റെ സാമ്പത്തിക രംഗത്തുള്ള ആളുകൾ, അമേരിക്കയിൽ തന്നെയുള്ള സാമ്പത്തിക മേഖല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള സാമ്പത്തിക വിദഗ്ധന്മാർ ഒട്ടാകെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതിന്റെ ഗുണം, അല്ലെങ്കിൽ ഈ ഗുണം ആർക്കാണ്, അല്ലെങ്കിൽ ഇതിന്റെ ദോഷം ആർക്കാണ്? അവർ പറയുന്ന ഒറ്റക്കെട്ടായിട്ട് പറയുന്ന കാര്യം, ദോഷമെന്ന് പറയുന്നത് ലോക സമ്പദ് വ്യവസ്ഥ മുഴുവൻ ആശങ്കയിലും പ്രതിസന്ധിയിലും തകർച്ചയിലേക്കും പോകുമെന്നതാണ് ഒന്നാമത്തെ ബുദ്ധിമുട്ടായിട്ട് അവർ ലോക സാമ്പത്തിക രംഗത്തുള്ള മുഴുവൻ ആൾക്കാരും പറയുന്നത്. അത് നൊബേൽ സമ്മാനം നേടിയ, സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം നേടിയ ഉൾപ്പെടെയുള്ള ആൾക്കാർ പറയുന്ന കാര്യമാണ്. രണ്ടാമത് ഇതിന്റെ ദോഷം ആർക്കാണ്? ഇതിന്റെ ദോഷം ഏറ്റവും പ്രധാനമായിട്ട് അമേരിക്കയിൽ കാശ് കൊടുത്ത് സാധനം വാങ്ങിക്കുന്ന ആളുകൾക്കാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. പക്ഷെ ഇതൊന്നും അദ്ദേഹത്തെ സംബന്ധിച്ച് പിന്നെ പ്രധാനമായിട്ട് കാണുന്നില്ല. അദ്ദേഹം പറയുന്നത് പിന്നെ എന്താണ് ഈ ചുങ്കം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് ഈ US പിന്നെ ചുങ്കം ശരാശരി 10% നിരക്കിൽ ഏർപ്പെടുത്തിയാൽ പിന്നെ തന്നെ എന്താണ് പിന്നെ വലിയ രീതിയിൽ പിന്നെ രാജ്യത്ത് വ്യവസായം വളരും, മറ്റൊന്ന് ദേശീയ കടവും ടാക്സ് നിരക്കുകളും കുറയ്ക്കാൻ കഴിയും എന്നൊക്കെയുള്ള കാര്യമാണ്. പക്ഷെ ഇതിന്റെ ബാക്കിയുള്ള ഇമ്പാക്റ്റുകൾ അവിടെ ഇപ്പോൾ തന്നെ, അതാണ് നമ്മൾ കാണേണ്ടത്. ഇപ്പോൾ തന്നെ അമേരിക്കയിൽ ഇദ്ദേഹത്തിന്റെ ഈ താരിഫുമായി ബന്ധപ്പെട്ട ആളുകളുടെ ഇടയിലുള്ള അസംതൃപ്തി അതിശക്തമായി വന്നിരിക്കുന്നുള്ളതിന്റെ 2 പെട്ടെന്നുള്ള തെളിവുകൾ ഞാൻ പറയാം. ഒന്ന്, വിസ്കോൺസിൻ എന്ന് പറയുന്ന സംസ്ഥാനത്ത് നടന്ന സുപ്രീം കോടതി, അവിടുത്തെ സുപ്രീം കോടതി നമ്മുടെ ഹൈക്കോടതിക്ക് സമാനമായ സുപ്രീം കോടതി ജഡ്ജിയുടെ തെരഞ്ഞെടുപ്പ് നടന്നു ഇന്നലെ. ആ തെരഞ്ഞെടുപ്പിൽ വിസ്കോൺസിൻ എന്ന് പറയുന്ന സംസ്ഥാനം കഴിഞ്ഞ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വളരെ നാരോ മാർജിനിൽ പിന്നെ ട്രംപ് ജയിച്ചു. അവിടെ ആ ട്രംപ് ജയിച്ച ആ സംസ്ഥാനത്ത് ഇന്നലെ നടന്ന സുപ്രീം കോടതി ജഡ്ജിക്കുള്ള തെരഞ്ഞെടുപ്പിൽ 10% മജോറിറ്റിയിലാണ് ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥി ജയിച്ചത്. അതിന്റെ ഏറ്റവും രസകരമായ വസ്തുത, ഈ ഏറ്റവും അധികം, അതായത് അമേരിക്കയുടെ ഈ സുപ്രീം കോടതി ജഡ്ജി തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം പണം ചെലവഴിക്കപ്പെട്ട തെരഞ്ഞെടുപ്പായിരുന്നു. അതിന്റെ കാരണം എന്ന് പറയുന്നത്, ഈ തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് വേണ്ടി ഏറ്റവും അധികം പണം ചെലവാക്കി രംഗത്ത് വന്നത് എലോൺ മസ്ക് ആണ്. എലോൺ മസ്ക് പിന്നെ നേരിട്ട് ദശലക്ഷം കണക്കിന് ഡോളറുകൾ ചെലവഴിച്ചുകൊണ്ടാണ് അവിടെ ക്യാമ്പയിൻ നടത്തിയത്. ട്രംപ് ആ സ്ഥാനാർത്ഥിയെ അക്സെപ്റ്റ് ചെയ്തിരുന്നു, സപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പൊ അങ്ങനെയുള്ള നടന്ന തെരഞ്ഞെടുപ്പിൽ 10% വോട്ടിന്റെ വ്യത്യാസത്തിലാണ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥി ജയിച്ചത്. മറ്റൊന്ന് ഫ്ലോറിഡ എന്ന് പറയുന്നത് റിപ്പബ്ലിക്കൻ റെഡ് സ്റ്റേറ്റ് ആയിട്ട് കരുതപ്പെടുന്ന സംസ്ഥാനമാണ്. ആ ഫ്ലോറിഡയിൽ 2 ഈ അമേരിക്കൻ ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച ഭൂരിപക്ഷത്തിലാണ് സാധാരണ ജയിക്കുന്നത്. വളരെ വളരെ കുറഞ്ഞ മാർജിനിലാണ്. അതായത് അവിടുത്തെ ഡിഫൻസ് സെക്രട്ടറി ഹെക്സത്ത് ഒക്കെ ഒഴിഞ്ഞ സീറ്റാണ്. ആ സീറ്റിലേക്ക് 2 പേർ ജയിച്ചു, പക്ഷെ വളരെ കുറഞ്ഞ മാർജിനിലാണ് 2 പേർ ജയിച്ചിരിക്കുന്നത്. എന്ന് മാത്രമല്ല, അമേരിക്കയിൽ ഈ CNN പോലെയുള്ള ചാനലുകൾ പിന്നെ ഓരോ ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്. അതായത് ഈ മാഗ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് അദ്ദേഹം പോയി പിന്നെ അദ്ദേഹത്തിന്റെ ഭാഗമായി ക്യാമ്പയിനിൽ പോയി വോട്ട് ചെയ്ത ആളുകൾ പലരും ഈ USAIDന്റെ പിന്നെ പരിപാടി നിർത്തിയതോട് കൂടിയിട്ട് ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾ അമേരിക്കയിൽ ജോലിയില്ലാത്തവരായി. അവരിപ്പോ പറയാണ്, ഞങ്ങൾ ഇങ്ങനെ അല്ല പ്രതീക്ഷിച്ചിരുന്നത്, ഇതല്ല ട്രംപിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്, ട്രംപ് ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്യുമായിരുന്നില്ല എന്നുള്ള തരത്തിൽ. അതായത് അമേരിക്കയിൽ വളരെ വലിയ തരത്തിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഇത് വളരെ വേദന ആദ്യം ഉളവാക്കും, പിന്നെ സന്തോഷം ഉണ്ടാകുമെന്ന് പറയുന്നുണ്ടെങ്കിലും ആദ്യത്തെ വേദന തവൻ സഹിക്കാൻ ജനങ്ങൾക്ക് കഴിയാത്ത സാഹചര്യത്തിലേക്ക് മാറ്റുന്നുണ്ട്. അതുകൊണ്ട് ഈ പരിപാടി, അതായത് ഈ ചുങ്കം എന്ന് പറയുന്ന ഈ എന്താണ് അദ്ദേഹം പറയുന്നത്, അമേരിക്കയുടെ സുവർണ യുഗമാണ്, അമേരിക്കയുടെ വിമോചന ദിനമാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരും ഒക്കെ പറയുന്നത് ഇത് അങ്ങനെയല്ല സംഭവിക്കാൻ പോകുന്നത്. അമേരിക്കയ്ക്ക് മാത്രമല്ല, ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒട്ടാകെ പിന്നെ വലിയ ഭാരവും ദുരന്തവുമായി മാറും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളിത് പറയുമ്പോഴേ ഇപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയുടെ എതിർചേരിയിൽ നിൽക്കുന്ന രാജ്യങ്ങൾക്ക് മേൽ പലതരത്തിലുള്ള ഉപരോധങ്ങൾ ഏർപ്പെടുത്തുക, അല്ലെങ്കിൽ അധിനിവേശം നടത്തുക, അങ്ങനെ പല നടപടികൾ അമേരിക്ക ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഉൽപ്പന്നങ്ങൾക്ക് മേൽ നികുതി ചുമത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സാധ്യത. ഇതങ്ങനെയല്ല. അമേരിക്കയുടെ ഒപ്പം നിൽക്കുന്ന രാജ്യങ്ങൾക്ക് മേൽ പോലും നികുതി ചുമത്തിയിട്ടുണ്ട്. ഏറ്റവും മിനിമം 10% നികുതി എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ട്. അത് കൂടിയും കുറഞ്ഞും മറ്റു രാജ്യങ്ങളുടെ കാര്യങ്ങളിൽ ഇപ്പോൾ ഇന്ത്യക്ക് 26% ആണെങ്കിൽ, ചൈനയ്ക്ക് 34% ആണെങ്കിൽ, യൂറോപ്യൻ യൂണിയന് 20% അങ്ങനെ പല നില. അപ്പോൾ
അമേരിക്കയുടെ സഖ്യരാഷ്ട്രങ്ങളെപ്പോലും ഇത്തരത്തിൽ നികുതിക്ക് വിധേയമാക്കുമ്പോൾ അതുണ്ടാക്കുന്ന പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് എന്തായിരിക്കും? അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിലാണല്ലോ ഒരു ചേരി അവിടെ നിലനിൽക്കുന്നത്. ഈ ചേരി എന്ന് പറയുന്ന ഒരു സംഗതിയെ ഈ നികുതി യുദ്ധം അതെങ്ങനെ ബാധിക്കും? ഇതാണല്ലോ അത്, ഇതിന്റെ ഒരു വലിയൊരു രാഷ്ട്രീയം അതാണ്. ഇത് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ട്രംപ് ഒരു സാധാരണ രാഷ്ട്രീയക്കാരനല്ല. ട്രംപ് ഒരു ചക്രവർത്തിയെ പോലെയാണ്. അതായത് അമേരിക്കൻ എംപയർ, ആ എംപയറിലെ എംപററാണ്. നമ്മളിപ്പോ ഈ ആൾക്കാരൊക്കെ പറഞ്ഞു തുടങ്ങി ട്രംപുരാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹം ഒരു ചക്രവർത്തിയെ പോലെയാണ് പെരുമാറുന്നത്. നമുക്കറിയാം കഴിഞ്ഞ ട്രംപിന്റെ ഒന്നാം ഭരണകാലത്ത് അദ്ദേഹത്തിന്റെ ഈ വികലങ്ങളായിട്ടുള്ള നയങ്ങളിൽ നിന്നും അദ്ദേഹത്തെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി പിന്തിരിപ്പിക്കാൻ ശക്തരായിട്ടുള്ള ഭരണാധികാരികൾ അദ്ദേഹത്തിന്റെ സെക്രട്ടറിമാരായിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ ഇപ്പൊ ഇവിടെ പറയുന്നത് ബോബ് വുഡ്വാർഡ് പോലെയുള്ള ആളുകൾ തന്നെ പറയുന്ന കാര്യമുണ്ട്. കഴിഞ്ഞ 4 വർഷമായി ഈ ട്രംപ് ചെയ്തുകൊണ്ടിരുന്നത് ഈ രണ്ടാമത്തെ തവണ തിരിച്ചു വരുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നടത്തണമെന്നുള്ള ഹോംവർക്കിലായിരുന്നു അദ്ദേഹം എന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെ വളരെ ഹോംവർക്ക് ചെയ്ത്, അതായത് വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ചെയ്യാൻ, എക്സിക്യൂട്ടീവ് ഓർഡറുകളിലൂടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹോംവർക്കിലായിരുന്നു അദ്ദേഹം. അതിന് പറ്റിയ ആളുകളെയാണ് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ഹെക്സെക്റ്റിനെ പോലെയുള്ള അല്ലെങ്കിൽ റൂബിയോയെ പോലെയുള്ള JD വാൻസ് പോലെയുള്ള ആളുകളെ, അതായത് അമേരിക്കൻ പ്രസിഡന്റ് എന്താണോ പറയുന്നത് അതിന്റെ ഇരട്ടിയായി പറയാൻ കഴിയുന്ന, അല്ലെങ്കിൽ അതിന് വെള്ളം തൊടാതെ വിഴുങ്ങുന്ന, യാതൊരു വിമർശനവുമില്ലാതെ പിന്തുണയ്ക്കുന്ന ആളുകളെയാണ് അദ്ദേഹം തിരഞ്ഞെടുത്തിരിക്കുന്നത്. അങ്ങനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് കൊണ്ട് സംഭവിക്കാൻ പോകുന്ന ദുരന്തം നമുക്കറിയാമല്ലോ. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് മ്യൂണിക് സെക്യൂരിറ്റി സമ്മേളനത്തിൽ പോയി പറഞ്ഞത്, നിങ്ങൾ ഈ രാജ്യത്തെ ജനാധിപത്യം വർദ്ധിപ്പിക്കാൻ അല്ല ശ്രമിക്കുന്നത്, നിങ്ങൾ അവിടുത്തെ ജനാധിപത്യത്തെ അടിച്ചമർത്തുകയാണ് എന്നുള്ള തരത്തിലാണ് പ്രസംഗം. അവിടെ ഇരുന്ന ഈ മ്യൂണിക് സെക്യൂരിറ്റി കോൺഫറൻസിൽ സമ്മേളിച്ചിരുന്ന യൂറോപ്യൻ ഭരണാധികാരികളെല്ലാം ഞെട്ടിപ്പോയി എന്നാണ് ആ പ്രസംഗത്തിലൂടെ. അതായത് ഒരു സുരക്ഷാ സമിതിയിൽ പോയിട്ടാണ്, അതായത് ഈ മ്യൂണിക് സെക്യൂരിറ്റി കോൺഫറൻസിൽ നാറ്റോയുടെ ഒരു പ്രതിനിധിയായിട്ടുള്ള നേതാവായിട്ടുള്ള അമേരിക്കയുടെ പ്രതിനിധി എന്നിട്ട് ജനാധിപത്യത്തെ കുറിച്ചാണ് സംസാരിച്ചത്. എന്ന് പറഞ്ഞാൽ ഇവർ മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം നടപ്പിലാക്കുക എന്ന് പറയുന്ന ഒരു അജണ്ട മാത്രമാണ് അമേരിക്കൻ ഭരണാധികാരിക്കുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഈ ഈ എംപറർ ചക്രവർത്തിയായി നിന്നുകൊണ്ട് കാര്യങ്ങൾ നടത്താനുള്ള ശ്രമങ്ങളാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ രാജീവ് സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം പറയാണ്, ഞാൻ കാനഡയെ 51ാമത്തെ രാഷ്ട്രം സ്റ്റേറ്റ് ആക്കിക്കൊള്ളാം, ഗ്രീൻലാൻഡ് ഞങ്ങൾ പിടിച്ചെടുത്തുകൊള്ളാം, പനാമ ഞങ്ങൾ പിടിച്ചെടുക്കാൻ പോകുന്നു, ഗാസയെ ഞങ്ങൾ വിനോദ വിശ്രമ കേന്ദ്രമാക്കാൻ പോകുന്നു. ഈ തരത്തിൽ ഒരു ഭരണാധികാരിക്ക് എങ്ങനെ പറയാൻ കഴിയും? സാധാരണഗതിയിലുള്ള ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭരണാധികാരിക്കും പറയാൻ കഴിയത്തില്ല. ഐക്യരാഷ്ട്ര സംഘടനയിൽ അംഗമായിട്ടുള്ള നേതാവിനും പറയാൻ കഴിയത്തില്ല. ഇങ്ങനെയുള്ള ഒരാള്, നമുക്കറിയാം, നമ്മളോട് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, നാറ്റോയിലെ അംഗമാണ് കാനഡ, നാറ്റോയിലെ അംഗമാണ് ഡെൻമാർക്ക്. ഈ രാജ്യങ്ങളിൽ, അതായത് ഈ ഒരു സ്വന്തം കൂട്ടായി നിൽക്കുന്ന, സുരക്ഷാ സംവിധാനത്തിൽ ഉൾപ്പെടെ കൂട്ടായി നിൽക്കുന്ന, G20 കൂട്ടായി നിൽക്കുന്ന യൂറോപ്യൻ യൂണിയന്റെ ഭാഗമായിട്ടുള്ള ആളുകളെല്ലാം ഈ തരത്തിൽ ചുങ്കമേർപ്പെടുത്തി അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയത്തെ ചോദ്യം ചെയ്തുകൊണ്ട് എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ അമേരിക്കയെ സമ്പന്ന രാജ്യമാക്കി മാറ്റുക, മഹത്തായ രാജ്യമാക്കി മാറ്റുക എന്ന് പറയുന്ന അജണ്ടയാണ് അദ്ദേഹം നടപ്പിലാക്കുന്നത്. പക്ഷേ നമ്മൾ കാണേണ്ട കാര്യം, ഇതുകൊണ്ട് അമേരിക്ക സമ്പന്ന രാജ്യമാകില്ല. എന്തുകൊണ്ടാകില്ല? നമുക്കറിയാം, ഇദ്ദേഹത്തിന് 4 വർഷമാണ് ആകെ കൂടിയുള്ളത്. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ 3ാമത്തെ ഒരു ടേം കൂടി മത്സരിക്കാനുള്ള ശ്രമം നടത്തുമെന്ന് പറയുന്നത്. അത് വളരെ വാസ്തവത്തിൽ ഗൗരവമായിട്ട് എടുക്കേണ്ടതാണ്. കാരണം വെച്ചാൽ ഇദ്ദേഹം എന്തിനും തയ്യാറാണ്. പക്ഷെ അവിടുത്തെ ഭരണവ്യവസ്ഥയിൽ, അവിടുത്തെ നീതിന്യായ വ്യവസ്ഥയൊന്നും ഭരണഘടനാ വ്യവസ്ഥയൊന്നും അതിനെ അംഗീകരിക്കുന്നില്ല. അത് നടക്കാൻ സാധ്യത വളരെ വളരെ കുറവാണ്. എങ്കിൽ പോലും എന്ന് പറഞ്ഞാൽ ഞാൻ 4 വർഷമല്ല, ഞാൻ ഇനി ഒരു 4 വർഷം കൂടി ഭരിക്കും എന്നുള്ള തരത്തിലേക്ക് അദ്ദേഹം പറയുന്നതിന്റെ കാര്യം, ഈ സംഘർഷം സൃഷ്ടിച്ച്, കലാപം തരത്തിലുള്ള സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് അമേരിക്കയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ മാത്രമേ അദ്ദേഹത്തിന്റെ നയങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ ഉണ്ടാവൂ. അതിൻ്റെ ഒരു പെട്ടെന്നുള്ളൊരു കാര്യം ഞാൻ പറയാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, ഈ അമേരിക്കൻ അടുത്ത വർഷം, അതായത് 2026 തെരഞ്ഞെടുപ്പ് വരും.
2026 പിന്നെ സെനറ്റ് 1/3 സെനറ്റർമാരെ തിരഞ്ഞെടുക്കാനും ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വരും. പിന്നെ ഈ ഗവർണർമാരുടെ തിരഞ്ഞെടുപ്പ് വരും. ഈ തെരഞ്ഞെടുപ്പുകൾ നമുക്കറിയാം. എന്റെ ഒരു വളരെ ശക്തമായ നിരീക്ഷണം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് വമ്പിച്ച പരാജയം ഉണ്ടാവും. ഈ വമ്പിച്ച പരാജയം ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിലും സെനറ്റിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആഗ്രഹിക്കുന്ന കണക്കുള്ള ഒരു പരിപാടിയും എക്സിക്യൂട്ടീവ് ഓർഡറുകൾ പോലും ഇറക്കാൻ കഴിയാത്ത സാഹചര്യം വരും. കാരണം പാർലമെന്റിന്റെ അപ്രൂവൽ ഇല്ലാതെ പല കാര്യങ്ങളും നടപ്പിലാക്കാൻ കഴിയും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ 2 വർഷം കഴിഞ്ഞാൽ 2 വർഷത്തിനുള്ളിൽ എന്തെല്ലാം നടപ്പിലാക്കി, 2 വർഷം കൊണ്ട് എത്രമാത്രം വ്യവസായം വരും അമേരിക്കയിൽ? 2 വർഷം കൊണ്ട് ഈ വ്യവസായം വരിക എന്ന് പറഞ്ഞാൽ, വ്യവസായം വരിക എന്ന് പറയുന്നത് 8-10 വർഷം കൊണ്ട് മാത്രം നടക്കുന്ന ഒരു പ്രക്രിയയാണ്. എന്ന് മാത്രമല്ല, ഈ മാനുഫാക്ചറിങ് എന്ന് പറയുന്ന മാനുഫാക്ചറിങ് വ്യവസായമല്ല ആഗോള സമ്പദ് വ്യവസ്ഥ ഇപ്പോൾ ശക്തിപ്പെടുത്തുന്നത്. സേവന മേഖലകൾ, ഇപ്പൊ AI പോലെയുള്ള കാര്യങ്ങളിലൊക്കെ അങ്ങനെയൊക്കെയുള്ള മേഖലകളാണ് സാമ്പത്തികമായ വളർച്ച ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഈ ജർമ്മനി പോലെയുള്ള രാജ്യങ്ങൾ ആ മേഖലയിൽ ശക്തമല്ലാത്തതുകൊണ്ടാണ് അവരുടെ സമ്പദ് വ്യവസ്ഥ ഈ വളരാതെ നിൽക്കുന്നത്. ഇപ്പൊ ചൈനയെ പോലുള്ള സമ്പദ് വ്യവസ്ഥ വളരുന്നതിന്റെ ഒരു കാരണവും അതാണ്. അങ്ങനെയൊക്കെയുള്ള ശാസ്ത്ര സാങ്കേതിക മേഖല അവർ വളരെയധികം വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മാനുഫാക്ചറിങ് വ്യവസായം ഇവിടെ വരികയും അത് ഉണ്ടായി വളർന്നു വരികയും ചെയ്യണമെങ്കിൽ ഈ ട്രംപ് അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയതിനു ശേഷം മാത്രം ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ വരുന്ന ഭരണാധികാരി എന്ത് തീരുമാനം എടുക്കും എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള, അതായത് ഈ രാഷ്ട്രീയമായി ഒരു എംപയറിനെ പോലെ, ഒരു ചക്രവർത്തിയെ പോലെ സ്വന്തം കാര്യങ്ങൾ ഈ ആലോചനയില്ലാതെ, അതാണ് എന്റെ പ്രധാനപ്പെട്ട കാരണം, ആലോചനയില്ലാതെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഒരു ഭരണാധികാരി ആയതുകൊണ്ട് തന്നെ അവരുടെ കൂടെ നിൽക്കുന്ന യൂറോപ്യൻ യൂണിയനും നാറ്റോ സഖ്യശക്തികളും അയൽ രാജ്യങ്ങളായ കാനഡയും മെക്സിക്കോയും സഖ്യരാഷ്ട്രമായ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വാസ്തവത്തിൽ അവരെ ശത്രുക്കളായി പരിഗണിച്ചുകൊണ്ടുള്ള നിലപാടും നയങ്ങളുമാണ് സ്വീകരിക്കുന്നത്. അത് വളരെ വളരെ അപകടകരമായ, നമുക്കറിയാം. ഞാൻ കൂട്ടത്തിൽ പറയട്ടെ, ഈ ട്രംപ് അധികാരത്തിൽ വരുന്നപ്പോ ഈ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യത്ത് എന്തെല്ലാം കോലാഹലമായിരുന്നു. ഈ ട്രംപ് മഹാനാണ്, ട്രംപ് രക്ഷകനാണ്, ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ഇതാ അതിശക്തമാകാൻ പോകുന്നു. അന്ന് നമ്മൾ പറഞ്ഞ് ചൂണ്ടിക്കാണിച്ച കാര്യമുണ്ട്, ട്രംപും ഈ പണ്ടും ഇന്ത്യയെ ദ്രോഹിച്ചിട്ടുള്ള ആളാണ്, അയാൾ ഇനിയും ഇന്ത്യയെ ദ്രോഹിക്കും എന്ന് പറയുന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ കയറ്റുമതിയും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയും വളരെ അപകടകരമായ തരത്തിലേക്ക് മുന്നോട്ട് പോകുന്ന, ചെന്ന് പെടാൻ പോകുന്നു. ഇവിടെ സൂചിപ്പിച്ച പോലെ നമ്മുടെ കയറ്റുമതി, വസ്ത്ര കയറ്റുമതി, ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി, ഈ മത്സ്യങ്ങളുടെ കയറ്റുമതി, ഇങ്ങനെയുള്ള കയറ്റുമതി മുഴുവൻ പ്രതിസന്ധിയിലാകും. എന്ന് പറഞ്ഞാൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥ പ്രതിസന്ധിയിലാകും എന്നാണ് അർത്ഥം. അപ്പൊ അങ്ങനെ സ്വന്തം അമേരിക്കയുടെ താല്പര്യങ്ങൾ മാത്രം നോക്കുന്ന ഒരാള്, അയാളെ നമ്മൾ കൂട്ടുപിടിക്കാൻ ശ്രമിച്ചാൽ, നമ്മളിപ്പോ കൂട്ടുപിടിക്കാൻ ശ്രമിച്ചാന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെല്ലാം തരത്തിൽ അദ്ദേഹത്തിന് പരമായി പ്രവർത്തിക്കാം ആ തരത്തിലാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ ആൾക്കാരെ അവിടെ കടന്നു കയറി കുടിയേറ്റക്കാരെ ഇങ്ങോട്ട് വിട്ടപ്പോൾ നമ്മൾ ഇന്ത്യ പ്രതികരിച്ച രീതികൾ കണ്ടല്ലോ. കൊളംബിയ പോലുള്ള രാജ്യം പോലും നേരെ നിവർന്നു നിന്ന് അദ്ദേഹത്തിന്റെ നടപടിയെ ചോദ്യം ചെയ്ത് അവരുടെ വിമാനം അയച്ച് ആളുകളെ അന്തസ്സോടെ കൊണ്ടുവന്നപ്പോൾ ഒരു കമാന്നൊരു അക്ഷരം അന്തസ്സോടെ പരസ്യമായി പറയാൻ ധൈര്യം കാണിക്കാത്ത ഭരണാധികാരികളാണ് നമുക്കുള്ളത്. എന്ന് മാത്രമല്ല, ഇത് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഇവിടെ ചുങ്കം പല ഉൽപ്പന്നങ്ങൾക്കും കുറയ്ക്കാനും ആണവ റിയാക്ടറുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കാനും ഒക്കെയുള്ള പരിപാടികൾ നമ്മൾ തുടങ്ങി കഴിഞ്ഞു. അപ്പൊ ആ തരത്തിൽ ഈ നമ്മൾ നേരെ നിന്ന് ഇതിനെതിരെ ഈ ശക്തമായ നടപടി എടുക്കാൻ ധൈര്യം കാണിക്കാത്ത ഒരു ഭരണകൂടമാണ് നമ്മുടേത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പൊ ഈ ഇങ്ങനെയുള്ള അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഇപ്പോഴത്തെ ഭരണാധികാരി അമേരിക്കയ്ക്ക് മാത്രമല്ല ലോകത്തിനും അവരുടെ സുഹൃത്തുക്കൾക്കും അയൽക്കാർക്കും ഒക്കെ അപകടകാരിയായിട്ടുള്ള ഭരണാധികാരിയാണ്. ആ അപകടം വന്നു തുടങ്ങിയിരിക്കുന്നേ ഉള്ളൂ. അതിന്റെ കൂടുതൽ ചിത്രങ്ങൾ നമ്മൾ ഇനി കാണുകയും ചെയ്യും. റൈറ്റ്. ഇങ്ങനെ പറയുമ്പോഴേ ഇപ്പം നമ്മൾ ഇപ്പോൾ അമേരിക്കൻ അധിനിവേശങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ അത് അഫ്ഗാനിസ്ഥാൻ ആണെങ്കിലും ഇറാഖ് ആണെങ്കിലും ഒക്കെ, അല്ലെങ്കിൽ ലിബിയ ആണെങ്കിലും ഒക്കെ അമേരിക്ക മാത്രമല്ല, മറ്റ് സഖ്യശക്തികളൊക്കെ അമേരിക്കയുടെ കൂടെ, ഇപ്പോൾ UK ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും ഒക്കെ അമേരിക്കയുടെ കൂടെ നിന്നിട്ടാണ് ഈ അധിനിവേശങ്ങളൊക്കെ നടത്തുന്നത്. അധിനിവേശങ്ങൾക്ക് പല ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. അവിടുത്തെ വിഭവങ്ങൾ കൈയടക്കുക, അവിടുത്തെ പ്രകൃതി വിഭവങ്ങൾക്ക് മേൽ അധികാരം സ്ഥാപിക്കുക, അതിനെ ചൂഷണം, ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഇവരൊക്കെ ഒരുമിച്ചുണ്ടായിരുന്നു. അങ്ങനെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു രാജ്യങ്ങൾക്ക് മേൽ പോലും ഒരു താരിഫ് വാർ പ്രഖ്യാപിക്കുമ്പോൾ, ഇപ്പം പുതിയ സാഹചര്യത്തിൽ, ഇപ്പോൾ 2004 ശേഷം ഇന്ത്യൻ വിദേശ നയം പോലും ഒരു സാമ്പത്തിക അധിഷ്ഠിത വിദേശ നയമായി മാറിയിട്ടുണ്ട്. അപ്പോൾ സാമ്പത്തിക അധിഷ്ഠിത വിദേശ നയമല്ലാതെ ഒന്നും ലോകത്ത് സാധ്യമല്ലാത്തൊരു സാഹചര്യമുണ്ട്. അങ്ങനെ ഇരിക്കെ ഈ ട്രംപിൻ്റെ നയങ്ങളോട് ഈ രാജ്യങ്ങൾ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളൊരു പ്രശ്നമുണ്ടല്ലോ. ഇപ്പോൾ ബ്രിട്ടൻ ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും
ഈ കൂടെ നിൽക്കുന്ന രാജ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ നാറ്റോ സഖ്യത്തിൻ്റെ ഭാഗം, ഈ രാജ്യങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. അല്ല, അവർ വളരെ ശക്തമായി ഇതിനെ പ്രതികരിക്കും. അവർ ഏപ്രിൽ പകുതിയോട് കൂടിയിട്ട് അവരുടെ ചുങ്കം, അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ മേൽ അവർ എങ്ങനെ ചുങ്കം ഏർപ്പെടുത്തണമെന്നുള്ള തീരുമാനം എടുക്കാൻ പോവാണ്. ഏപ്രിൽ പകുതിയോട് കൂടിയിട്ടാണ് അവർ തീരുമാനം. എന്ന് മാത്രമല്ല, ഈ രാജ്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ യൂറോപ്യൻ യൂണിയൻ എന്നൊക്കെ പറയുന്നത് സൈനികമായി വളരെ ദുർബലമായ വിഭാഗമാണ്. അവരെല്ലാം നിലനിൽക്കുന്നത് ഈ അമേരിക്കയുടെ സൈനിക ബലത്തിൽ മാത്രമാണ്. ട്രംപിന്റെ ഒരു വലിയ പരാതി തന്നെ അതാണല്ലോ. ട്രംപിന്റെ ഒരു വലിയ പരാതി ഈ യൂറോപ്യൻ രാജ്യങ്ങൾ അവർക്ക് നൽകുന്ന സുരക്ഷയ്ക്ക് അനുപാതികമായി അവരുടെ ബജറ്റ് വിഹിതം ഉയർത്തുന്നില്ല എന്നുള്ളതാണ് ഈ ഇദ്ദേഹത്തിന്റെ വലിയ പരാതി. അപ്പൊ ഞങ്ങളെ ചൂഷണം ചെയ്യാണ്, ഞങ്ങളുടെ സൈനിക ശേഷിയെ, ഞങ്ങളുടെ സൈനിക സംരക്ഷണത്തെ നിങ്ങൾ ചൂഷണം ചെയ്യാണ്. നിങ്ങൾ അത് ചെയ്താൽ പോരാ, നിങ്ങൾ ബജറ്റ്, ഡിഫൻസ് ബജറ്റ് ഗൗരവമായി ഉയർത്തണം എന്ന് പറഞ്ഞ് അതുകൊണ്ടാണ് ഒരു 2.5 ബ്രിട്ടന്റെ കീർ സ്റ്റാമർ ഡിഫൻസ് ബജറ്റ് ഉയർത്തി. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക്, അതായത് 3%, 3-ൽ കൂടുതൽ ശതമാനവുമായി ഡിഫൻസ് ബജറ്റ് ഉയർത്തണം എന്ന ആർഗ്യുമെന്റ് അമേരിക്ക ഒരുപാട് നാളായിട്ട് ഉയർത്തുന്നതാണ്. പക്ഷെ ഇവർക്കാർക്കും, ഒരു യൂറോപ്യൻ രാജ്യത്തിനും, അത് ഫ്രാൻസ് ആവട്ടെ, ജർമ്മനി ആവട്ടെ, ബ്രിട്ടൻ ആവട്ടെ, ഇവർക്കൊന്നും ഈ പറഞ്ഞ തലത്തിലേക്ക് ഉയർത്താൻ കഴിയുന്ന സാമ്പത്തിക ശേഷി നിലവിലില്ല. അപ്പൊ അങ്ങനെ ആ ഒരു സാമ്പത്തിക ശേഷി ഇല്ലാത്തത് കൊണ്ട് തന്നെ പൂർണ്ണമായും അമേരിക്കയുടെ ഈ സുരക്ഷാ വലയത്തിന്റെ ബലത്തിലാണ് ഇവർ നിൽക്കുന്നത്. ഇവരുടെ ഞാനും ഈ ഉറുമ്പമ്മാവനും എന്നൊക്കെ, ആനയമ്മാച്ചൻ എന്നൊക്കെ പറയുന്ന പോലെ ഉറുമ്പിന്റെ ന്യായം പോലെയുള്ള കാര്യമേ ഉള്ളൂ വാസ്തവത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഈ നേറ്റോയിലൊക്കെ പങ്കാളിത്തം. അമേരിക്കയാണ് എന്റെ ലീഡർ. അതാണ് ഇവർക്ക് സഹിക്കാൻ കഴിയാത്ത കാര്യം. അതാണ് കാരണം അതിന്റെ നേതാവ് തന്നെ അതിന്റെ ആ സംഘടനയെ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ കഴിയുന്നത്? അതുകൊണ്ടാണല്ലോ, അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ യുക്രൈനിൽ കണ്ടത്. യുക്രൈൻ പറയണം, നിങ്ങൾ അമേരിക്ക യുക്രൈനോട് പറഞ്ഞു, ഞങ്ങൾ പറയുന്നതിനനുസരിച്ച് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് ആയുധവും തരത്തില്ല, ഇന്റലിജൻസ് വിവരങ്ങളും തരില്ല. ഇന്റലിജൻസ് വിവരങ്ങൾ നിർത്തുകയും ആയുധങ്ങൾ നിർത്തും ചെയ്യുമെന്ന് പറഞ്ഞപ്പോ വളരെ വഴക്കുണ്ടാക്കി വൈറ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങിപ്പോയ സമസ്താപരാധങ്ങളും ഏറ്റു പറഞ്ഞു, മാപ്പ് പറഞ്ഞ് ഞങ്ങൾ എന്ത് തരത്തിലുള്ള ഉപാധികളോടും ഒരു ഉപാധിയും വെക്കുന്നില്ല, എല്ലാം ഞങ്ങളുടെ മിനറൽ മെറ്റീരിയൽസ് ഉൾപ്പെടെയുള്ള സംഗതികൾ നിങ്ങൾക്ക് തരാം, ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് വന്നതിന്റെ കാര്യം എന്താ? ആ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഒരു കാരണവശാലും യുക്രൈനെ സംരക്ഷിക്കാൻ കഴിയത്തില്ല. ഉക്രൈനെ സംരക്ഷിക്കാൻ ഒരു വിധത്തിലും കഴിയത്തില്ല. ഞങ്ങളിപ്പോ അങ്ങോട്ട് പട്ടാളത്തെ അയക്കും, ഞങ്ങൾ സേന അയക്കും എന്ന് പറഞ്ഞാലും അതൊക്കെ ഒരു തമാശ മാത്രമായിട്ട് കാണാൻ പറ്റത്തുള്ളൂ, അല്ലാതെ ഒരു ഗൗരവമൊന്നുമില്ല. അമേരിക്കൻ ആയുധങ്ങളും അമേരിക്കൻ സമ്പത്തും അമേരിക്കൻ ഇന്റലിജൻസ് വിവരങ്ങളും ഇല്ലെങ്കിൽ യുക്രൈനെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹം കീഴടങ്ങാൻ തയ്യാറായത്. അപ്പൊ അത് തന്നെയാണ് വാസ്തവത്തിൽ അതിന്റെ ഒരു സ്ഥിതി. അപ്പൊ അതുകൊണ്ട് ഈ പ്രതിരോധ രംഗത്ത് വാസ്തവത്തിൽ യൂറോപ്പ് എന്ന് പറയുന്ന ആ രാജ്യങ്ങൾ നിൽക്കുന്നത് അമേരിക്കയുടെ സൈനിക ബലത്തിലാണ് ഒന്നും. എന്നാൽ അവർ സാമ്പത്തിക ശക്തിയാണ്. ആ സാമ്പത്തിക ശക്തി, ലോകത്തിലെ ഏറ്റവും വലിയൊരു സാമ്പത്തിക ഗ്രൂപ്പാണ് EU എന്ന് പറയുന്നത്. ആ EU ഗൗരവമായി അമേരിക്കയെ പ്രതിരോധിക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും അമേരിക്ക പ്രതിസന്ധിയിലാവും. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവർക്ക് അവരുടെ മുമ്പിൽ ഒരുപാട് മാർഗങ്ങളുണ്ട്. ഇപ്പൊ ഇന്ത്യയുമായിട്ടും ചൈനയുമായിട്ടും റഷ്യയുമായിട്ടും ഒക്കെ അവർക്ക് വ്യാപാരത്തിൽ ഏർപ്പെടാം. അമേരിക്ക ഒരു വലിയ വ്യാപാര മാർക്കറ്റ് ആണെന്നുള്ളതാണല്ലോ ട്രംപ് പറയുന്ന കാര്യം. പക്ഷെ എന്നാൽ ഈ രാജ്യങ്ങൾക്ക്, ഈ പറഞ്ഞ രാജ്യങ്ങളുമായി, ഇപ്പൊ നമ്മൾ യൂറോപ്യൻ യൂണിയനുമായിട്ട് നമ്മൾ ഫ്രീ ട്രേഡ് അഗ്രിമെന്റിന് ശ്രമിക്കുന്നുണ്ട്, ചൈന അവരുമായിട്ട് ശ്രമിക്കുന്നുണ്ട്, റഷ്യയുമായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഈ തരത്തിൽ അവർ വ്യാപാരത്തെ മറ്റ് രാജ്യങ്ങളിലേക്ക് കണ്ടുപോകാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും അമേരിക്കയുടെ ഈ പറഞ്ഞ തരത്തിലുള്ള റിട്ടാലിയേറ്ററി ടാരിഫ് എന്ന് പറയുന്ന കാര്യം അപകടത്തിലാവുന്നുള്ള കാര്യത്തിൽ സംശയം. അതുകൊണ്ടാണ് ഈ പറഞ്ഞ നൊബേൽ സമ്മാനം നേടിയ, അടുത്ത കാലത്ത് നൊബേൽ സമ്മാനം നേടിയ നിരവധി സാമ്പത്തിക ശാസ്ത്രജ്ഞർ ഒരുമിച്ച് ഇവരോട് പറയുന്നത് ഇത് അപകടമാണ്. അൾട്ടിമേറ്റ്ലി അവസാനമായി ഈ ചുങ്കം ഏർപ്പെടുത്തിയാൽ അതിന്റെ പാവഭാരം മുഴുക്ക ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്ന ആളുകളിലാണ്. ഇപ്പൊ നമുക്കറിയാം, ഈ തോമസ് ഫ്രീഡ്മാൻ എന്ന് പറയും, നമ്മുടെ വേൾഡ് ഈസ് ഫ്ലാറ്റ് എന്ന പുസ്തകം എഴുതിയ ഫ്രീഡ്മാൻ ഈ അടുത്ത കാലത്ത് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു, അമേരിക്കയിൽ ആണ് വാസ്തവത്തിൽ ഈ ഐഫോൺ ഉൽപ്പാദിപ്പിക്കുന്നത്. ഐഫോൺ എന്ന് പറയുന്ന സാധനം ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ 43 രാജ്യങ്ങളിലെ വിദഗ്ധന്മാരോ 43 രാജ്യങ്ങളിൽ നിന്നുള്ള മിനറൽസോ മെറ്റൽസോ ഉണ്ടെങ്കിൽ മാത്രമേ അമേരിക്കയിൽ ഐഫോൺ ഉണ്ടാക്കാൻ കഴിയൂ. അമേരിക്കയിൽ ഉണ്ടാക്കുന്ന കാറുകൾ 7-8 തവണ മെക്സിക്കോയിലേക്കും അതിന്റെ പാർട്ടുകൾ പോയും തിരിച്ചു വരികയും ചെയ്യും. കാനഡയിലേക്കും പോയി. അപ്പോൾ ഈ ഓരോ പോക്കിനും വരവിനും ഈ താരിഫ് വരികയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനെ താരിഫ് ഓരോ പോക്കിലും വരവിലും വരുമ്പോൾ അത് അത്രയും വില കൂടുതൽ ഒരു കാറിനുണ്ടാവുകയാണ്. ആ കാർ അമേരിക്കയിലാരാണ് വാങ്ങിക്കേണ്ടത്? അമേരിക്കക്കാരാണ് വാങ്ങിക്കേണ്ടത്.
അപ്പൊ ഇങ്ങനെ അതായത് ഈ യൂറോപ്യൻ യൂണിയനെതിരായിട്ടും അമേരിക്കയ്ക്ക്, കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും ഒക്കെ എതിരായിട്ട് ഏർപ്പെടുത്തുന്ന താരിഫിന്റെ പാപഭാരം അൾട്ടിമേറ്റ്ലി അനുഭവിക്കേണ്ടി വരിക ഇത് അമേരിക്കക്കാരാണ്. ഒന്ന്. രണ്ടെന്ന് പറയുന്നത് ഈ ഇപ്പൊ പറയുന്ന അവരുടെ ഡോജ് എന്ന് പറയുന്ന എലോൺ മസ്കിന്റെ നേതൃത്വത്തിലുള്ള ഇതിലൂടെ പിന്നെ എന്താണ് ഈ ചെലവുകൾ വെട്ടിക്കുറയ്ക്കുന്നതിലൂടെ ആ 10,000-കണക്കിന് ആളുകളാണ് തൊഴിൽ നഷ്ടപ്പെട്ട അമേരിക്കക്കാരാ. ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ട്രംപിന് കൊടി പിടിച്ച്, ട്രംപിന് സിന്ദാബാദ് വിളിച്ച് വോട്ട് ചെയ്ത ആളുകളാണ്. അപ്പൊ ഈ തരത്തിൽ അമേരിക്കയിലെ ജനങ്ങൾക്ക് മുഴുവൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു. ആരും മെച്ചപ്പെടുന്നതാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഇലോൺ മസ്കിനെ പോലെയുള്ള ആളുകൾക്ക്, പിന്നെ ഫേസ്ബുക്കിന്റെ സക്കർബർഗിനെ പോലെയുള്ള ആളുകൾക്ക്, പിന്നെ അല്ലെങ്കിൽ നമ്മുടെ സുന്ദർ പിച്ചയുടെ സ്ഥാപനത്തിനും ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാകും എന്നുള്ളതല്ലാതെ സാധാരണക്കാരായിട്ട് ആളുകൾ, സാധനം വാങ്ങിച്ച് ജീവിക്കുന്ന ആളുകൾ, ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെടെയുള്ള കോട്ടൺ വസ്ത്രങ്ങൾ പിന്നെ വാങ്ങിച്ച് ജീവിക്കുന്ന ആളുകൾ 26% ചുങ്കം ഏർപ്പെടുത്തിയാൽ $100 വിലയുള്ള ഒരു ഉൽപ്പന്നം $126 വിലയായി മാറും. അപ്പൊ അത് സ്വാഭാവികമായിട്ടും ആർക്കാ ഗുണം ചെയ്യുന്നത്? അപ്പൊ അതുപോലെ തന്നെ മത്സ്യം കയറ്റുമതി പോലെയുള്ള കാര്യങ്ങൾക്ക് നമ്മളെയാണ് ബാധിക്കാൻ പോകുന്നത്. കാരണം വെച്ചാൽ ഈ രാജീവ് സൂചിപ്പിച്ച പോലെ ഈ മത്സ്യം ഇത്രയധികം ചുങ്കം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മത്സ്യം വാങ്ങാൻ ആളുണ്ടാവാതെ വരും. അങ്ങനെ ആളുണ്ടാവാതെ വരുമ്പോൾ നമ്മുടെ മത്സ്യത്തിന് വില അവിടെ അങ്ങോട്ട് ഡിമാൻഡില്ല വരുമ്പോൾ ഇവിടുത്തെ മത്സ്യബന്ധന മേഖല തകർന്ന് തരിപ്പണം. നിലവിൽ തന്നെ നമ്മുടെ മത്സ്യബന്ധന മേഖല, കേരളത്തിലെ മത്സ്യബന്ധന മേഖല പലവിധ കാരണങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ കാരണത്താൽ, കേന്ദ്ര നയങ്ങളുടെ കാരണത്താൽ, ഇപ്പൊ മണ്ണുൾപ്പെടെയുള്ളവ പിന്നെ ഖനനം ചെയ്യാൻ പോകുന്ന കാരണത്താൽ ഒക്കെ വലിയ പ്രതിസന്ധിയിലാണ്. അങ്ങനെ പ്രതിസന്ധിയിൽപ്പെടുന്ന മത്സ്യബന്ധന മേഖല തകർന്ന് തരിപ്പണമാകും. ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ്. ഇത് ഒരു മേഖല മാത്രമല്ല, വിവിധങ്ങളായിട്ടുള്ള മേഖലകൾ പ്രതിസന്ധിയിലാകാൻ പോകുന്ന നയമാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് എടുത്തിരിക്കുന്നത്. റൈറ്റ്. അത് പറയുമ്പോഴേ ഇപ്പോൾ സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് സോവിയറ്റ് യൂണിയൻ്റെ നേതൃത്വത്തിലൊരു ചേരി, അമേരിക്കയുടെ നേതൃത്വത്തിലൊരു ചേരി എന്നുള്ളൊരു ശീതസമരത്തിൻ്റെ സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം സോവിയറ്റ് യൂണിയൻ തകർന്നതിന് ശേഷം ഏതാണ്ട് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഒരൊറ്റ ചേരി എന്നുള്ള മട്ടിലേക്ക് കാര്യങ്ങൾ മാറി. ഏകധ്രുവ ലോകം എന്നൊക്കെ നമ്മൾ പറയുന്ന പറ്റത്തിൽ. അപ്പം ഈ സിസ്റ്റത്തിൽ ഈ ട്രംപ് ഏകപക്ഷീയം എടുക്കുന്ന ഈ തീരുമാനങ്ങൾ, സഖ്യശക്തികളെ മുഴുവൻ അസംതൃപ്തരാക്കുന്ന തീരുമാനങ്ങൾ, ഇങ്ങനെ പോകുമ്പോൾ ഈ അമേരിക്കയുടെ ഒരു അധീശത്വം അത് നിലനിൽക്കുകയാണോ ചെയ്യുക? ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ തീരുമാനമെടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കും, ഞങ്ങളിത് നടപ്പാക്കും എന്ന് പറയുന്നതിലൂടെ ഈ അധീശത്വ മനോഭാവവും അവരുടെ അധീശത്വവും കൂടുതൽ ഉറപ്പിക്കുകയാണോ ട്രംപ് ചെയ്യുന്നത്? രണ്ട് തരത്തിൽ നമുക്ക് അതിനെ കാണാം. ഒന്ന്, ഇവിടെ മുമ്പോട്ട് വരുന്ന ഒരാശയം, ഒന്ന് തീർച്ചയായിട്ടും ഒരു സാമ്രാജ്യത്വ മനോഭാവം അമേരിക്കൻ പ്രസിഡന്റിന്റെ, അമേരിക്കയുടെ പൊളിറ്റിക്സിലുള്ള, വിദേശ നയത്തിലുള്ളതാണ്. അത് അദ്ദേഹം പ്രകടമാക്കുന്നുണ്ട്. അത് പ്രകടമാക്കുന്നതിന്റെ ഫലമായിട്ടാണ് അദ്ദേഹം പിന്നെ ഈ പറഞ്ഞ കാനഡയ്ക്കെതിരെയും ഗ്രീൻലാൻഡിനെതിരെയും പനാമയ്ക്കെതിരെയും ഒക്കെ നടത്തുന്ന പിന്നെ അദ്ദേഹത്തിന്റെ പ്രഖ്യാപനങ്ങൾ. അതൊന്നും. എന്നാൽ വേറൊരു കാര്യം അദ്ദേഹം പറയുന്നത്, എനിക്ക് ഈ അറ്റ്ലാന്റിക് മേഖലയും അല്ലെങ്കിൽ അമേരിക്കൻ മേഖലയും ഒക്കെ ഉള്ള കാര്യങ്ങളിലാണ് എനിക്ക് കൂടുതൽ താല്പര്യം. റഷ്യയുടെ, അതായത് അദ്ദേഹം റഷ്യയുമായിട്ട് വളരെ അടുത്ത സൗഹൃദം പുലർത്തുന്നതാണ് ഇവിടെ. റഷ്യയുടെ മേഖല റഷ്യക്ക് വിട്ടുകൊടുത്തുകൊണ്ട് അവിടെയുള്ള കാര്യങ്ങൾ റഷ്യ നോക്കട്ടെ, ഏഷ്യയിലെ ഉള്ള കാര്യങ്ങൾ ഇനി ചൈന നോക്കട്ടെ, ഈ തരത്തിലുള്ളൊരു ആലോചന ഈ അമേരിക്കൻ ഭരണകൂടത്തിൽ രൂപപ്പെട്ടു വരുന്നു എന്നുള്ളൊരു സ്ഥിതിയുണ്ട്. അപ്പൊ അത് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ റഷ്യക്ക് സന്തോഷം ഉണ്ടാവും, ചൈനയ്ക്ക് സന്തോഷം ഉണ്ടാവും. ഇപ്പൊ നമ്മളെ ഇന്ത്യയെ പോലുള്ള രാജ്യത്തിന് ഒരു ആശങ്ക ഉണ്ടാകുന്നത് ഇങ്ങനെ ഒരു നിലപാട് പിന്നെ ട്രംപ് എടുത്തു കഴിഞ്ഞാൽ, ട്രംപ് ചൈനയുമായിട്ട്, അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഏറ്റവും അധികം അദ്ദേഹത്തിന്റെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് റാലികളിൽ ഏറ്റവും അധികം ആക്രമിച്ച ഒരു രാജ്യം ചൈനയാണ്. ചൈനയ്ക്കെതിരായിട്ട് ഞാൻ ഉപരോധം ഏർപ്പെടുത്തും, ചൈനയാണ് നമ്മളെ കൊള്ളയടിക്കുന്നത്. പക്ഷേ ഈ ആദ്യം അദ്ദേഹം ആക്രമിച്ചതെന്നാൽ ചൈനയല്ല, കാനഡയെയും മെക്സിക്കോയൊക്കെയാണ് ആക്രമിച്ചത് വളരെ ശക്തമായി. ചൈനയ്ക്കെതിരെ ഒരു ചെറിയ 10% ഉപരോധം താരിഫ് ഏർപ്പെടുത്തിയെങ്കിലും ഏറ്റവും അധികം ആക്രമണം അദ്ദേഹം അഴിച്ചുവിട്ടത് മെക്സിക്കോയ്ക്കും പിന്നെ കാനഡയ്ക്കും എതിരെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ചൈന ഇപ്പോ പോലും ഈ വെയിറ്റ് ആൻഡ് സീ എന്ന് പറയുന്ന ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത്. അത് വരട്ടെ, നോക്കട്ടെ, കാണട്ടെ എന്ന് പറയുന്ന തരത്തിലുള്ള സമീപനമാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. എന്ന് മാത്രമല്ല, നമ്മൾ കാണേണ്ട കാര്യം, ഈ അദ്ദേഹത്തിന്റെ പ്രചരണ കാലത്ത് പറഞ്ഞ തരത്തിലുള്ള സമീപനമല്ല. നമുക്കറിയാം, ഇന്ത്യയും അമേരിക്കയും വാസ്തവത്തിൽ സ്ട്രാറ്റജിക് പാർട്ട്നേഴ്സാണ്, തന്ത്രപരമായ പങ്കാളികളാണ്. എന്നാൽ അങ്ങനെയുള്ള തന്ത്രപരമായ പങ്കാളിയായിട്ടുള്ള പിന്നെ ബ്രിട്ടനെയോ അല്ലെങ്കിൽ
അങ്ങനെയുള്ള രാജ്യങ്ങളെയോ പിന്നെ ഇന്ത്യയോ അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ക്ഷണിച്ചില്ല. മറിച്ച് അദ്ദേഹം ചൈനയിലെ ഷീ ജിൻപിങ്ങിനെ ക്ഷണിച്ചു. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രയോറിറ്റികൾ വ്യത്യസ്തമാണ്. അപ്പൊ അത് വളരെ വലിയ ആശങ്ക ഉണ്ടാക്കുന്നതാണ്. ഒന്ന്, അദ്ദേഹത്തിന് ഒരു എന്താണ്, ഈ എവിടെ വേണമെങ്കിലും ഞാൻ ആക്രമിക്കും, ആരെ വേണമെങ്കിലും ഞാൻ ആക്രമിക്കും. ഇപ്പൊ വെനസ്വേലക്കെതിരായിട്ട് ഉപരോധം ഏർപ്പെടുത്തി. അദ്ദേഹം പറയാണ് ഈ ഹൂതികളുടെ പുറത്ത് പിന്നെ എന്താണ് ബോംബ് എന്താണ് ഒരു മഴ പോലെ പെയ്തിറങ്ങും. ഈ പറഞ്ഞ തരത്തിൽ അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അദ്ദേഹം പറഞ്ഞ എന്താ, ഞാൻ അധികാരത്തിൽ വന്നാൽ 24 മണിക്കൂർ കൊണ്ട് ഉക്രൈൻ യുദ്ധവും പിന്നെ ഹമാസ് പിന്നെ പാലസ്തീൻ യുദ്ധവും അവസാനിപ്പിക്കുന്നതാണ്. റൈറ്റ്? എന്നിട്ട് എന്തുണ്ടായി? അദ്ദേഹം വന്ന് വളരെ നിർബന്ധപൂർവം ഒരു സമാധാന കരാർ ഒപ്പിട്ടു പാലസ്തീനും ഹമാസും തമ്മിൽ. ഇപ്പൊ എന്താ എന്റെ സ്ഥിതി? ഇപ്പൊ അതിന്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ എന്താണോ നടന്നുകൊണ്ടിരുന്നത് അതിനേക്കാൾ ശക്തമായി ഈ പാലസ്തീനിൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് എല്ലാവിധ പിന്തുണയും ഈ ട്രംപ് നൽകുന്നുണ്ട്. അതായത് ട്രംപ് ഞാൻ പസിഫയർ ആണ്, യൂണിഫയർ ആണ് എന്ന് പറഞ്ഞു. യൂണിഫയറും പസിഫയറും എന്ന് പറയാം. അദ്ദേഹം 2 വാക്കുകളാണ് ഉപയോഗിച്ചത്. ഞാൻ എല്ലാത്തിനെയും ഒരുമിപ്പിക്കാനും ഞാൻ സമാധാനം നടപ്പിലാക്കാനും വന്ന ആള് വാസ്തവത്തിൽ അതിനെല്ലാം എതിരായിട്ടല്ലേ പ്രവർത്തിക്കുന്നത്. ഒന്ന്, സമാധാനം ഇപ്പം പറഞ്ഞു 24 മണിക്കൂറിനുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കും, യുക്രൈൻ ഏത് യുദ്ധം അവസാനിപ്പിക്കുന്നത്? ഇപ്പൊ പുടിനാണ് ഉപാധികൾ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് അദ്ദേഹം അസംതൃപ്തനാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ സമാധാനം ഉണ്ടായില്ല, യൂണിഫിക്കേഷൻ ഉണ്ടായില്ലെന്ന് മാത്രമല്ല ഈ ലോകത്തെ ഒട്ടാകെ അതിഭീകരമായി ഭിന്നിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെയും സഖ്യകക്ഷികളെയും പോലും ഭിന്നിപ്പിക്കുന്ന തരത്തിലുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. എന്തുകൊണ്ടാണ്? അദ്ദേഹം ഒരു ട്രാൻസാക്ഷനിസ്റ്റ് പ്രസിഡന്റാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് അമേരിക്ക മാത്രമാണ് പ്രധാനം, വേറെ ഒരു രാജ്യങ്ങളും അദ്ദേഹത്തെ സംബന്ധിച്ച് പ്രധാനമല്ല. അങ്ങനെ ഒരു ഭരണാധികാരി അധികാരത്തിൽ വരുന്നത്, അമേരിക്ക പോലുള്ള രാജ്യത്തിന്റെ തലപ്പത്ത് അധികാരത്തിൽ വരുന്നത് ലോകത്തിന് ആപത്താണ്. അത് അദ്ദേഹം അങ്ങനെയുള്ള ഇദ്ദേഹത്തിന് ഈ പറഞ്ഞ തരത്തിലുള്ള ഒരു എംപറർ സ്റ്റൈലിലുള്ള ഒരു ശീലവും ഉണ്ട് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം എവിടെ എന്ത് ചെയ്യും. കാരണം ലോകത്ത് നമുക്കറിയാം ഏറ്റവും മാരകങ്ങളായിട്ടുള്ള ആയുധങ്ങളുള്ള രാജ്യമാണ് അമേരിക്ക. അങ്ങനെയുള്ള രാജ്യത്തിന് എവിടെ വേണമെങ്കിലും ഒരു ആക്രമണം നടത്താനും കയ്യേറ്റം നടത്താനും കഴിയും. അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ ഈ ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ ഒരു തിയറി പറയും, ഒരു മോർട്ടൻ കപ്ലൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആള് മുന്നോട്ട് വയ്ക്കുന്ന ഒരു തിയറി ഉണ്ട്. അതിനകത്ത് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു ഭരണാധികാരി ഉണ്ടെങ്കിൽ, ഒരു ശക്തനായ ഭരണാധികാരി ഉണ്ടെങ്കിൽ ഈ ചെറിയ രാജ്യങ്ങളൊക്കെ വളരെ ഭീഷണിയിലായിരിക്കും എപ്പോഴും. അപ്പൊ അത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു യൂണിലാറ്ററൽ ആയിട്ടുള്ള ഒരു ഭരണാധികാരി എല്ലാ കാര്യങ്ങളും സ്വമേധയാ തീരുമാനിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ചെറിയ രാജ്യങ്ങൾ വലിയ ഭീഷണിയിലായി പോകും. അത്തരമൊരു വലിയ ഭീഷണി നിലനിൽക്കുന്ന രാഷ്ട്രീയ വ്യവസ്ഥയാണ് ഇന്നിപ്പോൾ അദ്ദേഹം രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്നത്. റൈറ്റ്. നമ്മളത് പറയുമ്പോൾ ഇപ്പോൾ ട്രംപ് പറയുന്ന ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ മറ്റു രാജ്യങ്ങളൊക്കെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ടാക്സ് ഏർപ്പെടുത്തുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങളും ഇതാ ടാക്സ് ഏർപ്പെടുത്തുക. അതിനൊരു ലോജിക് ഉണ്ട് എന്ന് നമുക്ക് തോന്നും. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതിങ്ങനെ എത്ര കാലം അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യത്തിന് തുടർന്നുകൊണ്ട് പോകാൻ കഴിയും മറ്റു രാജ്യങ്ങൾക്ക് മേൽ ഇത്രയും വലിയ നികുതിയൊക്കെ ഏർപ്പെടുത്തും? ഇപ്പോൾ ഐഫോണിൻ്റെ കാര്യം താങ്കൾ സൂചിപ്പിച്ചു, ആപ്പിളിൻ്റെ കാര്യം താങ്കൾ സൂചിപ്പിച്ചു. ആപ്പിളിൻ്റെ നിർമ്മാണം, ഐഫോണിൻ്റെ നിർമ്മാണം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിലും ചൈനയിലും ഒക്കെ അതിൻ്റെ നിർമ്മാണം നടത്തുന്നത്. വേറൊരു രാജ്യം, അതിൻ്റെ ഘടകങ്ങൾ നിർമ്മിക്കുന്ന വേറൊരു രാജ്യം എന്ന് പറയുന്നത് വിയറ്റ്നാമാണ്. ഈ 3 രാജ്യങ്ങൾക്ക് മേൽ വലിയ നികുതി അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിങ്ങനെ എത്ര കാലം കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും? കാരണം വെച്ചാൽ ഭരണത്തേക്കാൾ ഉപരി ബിസിനസ് എന്നുള്ളതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ആളാണ് ട്രംപ്. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ വ്യവസായങ്ങളെ പിണക്കിക്കൊണ്ട് എത്ര കാലം ട്രംപിന് ഈ പോളിസിയായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റും? നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഈ സാമ്പത്തികമായി വളർച്ച നേടിയത് വാസ്തവത്തിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ശാസ്ത്രജ്ഞന്മാരും മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള റിസോഴ്സസും ആ രാജ്യത്ത് വന്നതുകൊണ്ട്. ഈ ആഗോളവൽക്കരണം എന്ന് പറയുന്ന ഒരു പ്രക്രിയ കൊണ്ട് ഏറ്റവും അധികം ഗുണമുണ്ടായിട്ടുള്ള രാജ്യമാണ് അമേരിക്ക. അതുകൊണ്ട് തന്നെ ആഗോളവൽക്കരണ കാലത്ത് അമേരിക്ക മാത്രമല്ല ചൈന പോലെയുള്ള രാജ്യങ്ങൾക്കും അതിൻ്റെതായ ഗുണം ഉണ്ടാക്കിയിട്ടുള്ള ഒരു വസ്തുതയാണ്. അതായത് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ കൊണ്ടും അല്ലെങ്കിൽ ആ രാജ്യം ഉണ്ടാക്കിയിട്ടുള്ള സാങ്കേതിക രംഗത്തെ വളർച്ച കൊണ്ടും മറ്റുള്ള രാജ്യങ്ങൾക്ക് ഗുണമുണ്ടായിട്ടുണ്ട്. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്നാൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈ പറഞ്ഞ തരത്തിൽ എല്ലാ ഗുണമുണ്ടാക്കിയിട്ടുള്ള ഒരു രാജ്യം ഈ മറ്റ് രാജ്യങ്ങൾക്കെതിരായി ഉപരോധം ഏർപ്പെടുത്തുമ്പോൾ ആ രാജ്യത്തിന് ഗുണമാണോ ഉണ്ടാകുമെന്നാണ്. ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന് ഗുണമുണ്ടാകും. അതുകൊണ്ട് അതല്ലെങ്കിൽ അമേരിക്കയെ പോലെയുള്ള, അതായത് ഒരു രാജ്യം മാത്രം അല്ലല്ലോ ഈ ലോകത്തുള്ളത്, എല്ലാ രാജ്യങ്ങളും കൂടി ചേരുമ്പോഴാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ശക്തി നേടുന്നത്.
അപ്പൊ അങ്ങനെ ശക്തി നേടി മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് ലോകമെന്ന് പറയുന്ന ഒരു 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 എന്താണ് ഈ പൊളിറ്റിക്കൽ സിസ്റ്റം ഇങ്ങനെ ശക്തമായി നിലനിൽക്കാൻ കഴിയത്തുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഈ ബാക്കിയുള്ള സഖ്യരാജ്യങ്ങൾക്കെതിരെയും ബാക്കിയുള്ള രാജ്യങ്ങൾക്കെതിരെയും ഈ ഉപരോധം ഏർപ്പെടുത്തുമ്പോൾ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഗുണം അമേരിക്കയ്ക്ക് ലഭിക്കില്ല എന്നാണ് സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ബാലപാഠം അറിയുന്ന ആളുകൾ പോലും പറയുന്നത്. അതാണ് ഇതിന്റെ പ്രശ്നം. അപ്പോൾ അവർക്ക് ഈ നമുക്കറിയാം നമ്മുടെ ഈ ഇന്ത്യ പോലെയുള്ള രാജ്യം മൂന്നാം ലോക രാജ്യമാണ്, ദരിദ്ര രാജ്യമാണ്. സാങ്കേതിക രംഗത്തും ശാസ്ത്ര സാങ്കേതിക രംഗത്തും സാമ്പത്തിക രംഗത്തും നമുക്ക് വളരെയധികം ഉയർച്ച നേടാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ നമ്മുടെ ഉയർച്ച നേടാൻ കഴിയാത്തത് കൊണ്ട് തന്നെ നമ്മുടെ പല ഉൽപ്പന്നങ്ങളെയും സംരക്ഷിക്കേണ്ട ബാധ്യത ഓരോ ഭരണകൂടങ്ങൾക്കും ഉണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ചില അമേരിക്കയിൽ നിന്ന് വരുന്ന ഉൽപ്പന്നങ്ങൾക്ക് നമ്മൾ വലിയ ചുങ്കം, ഉദാഹരണത്തിന് സാൽമൺ എന്ന് പറയുന്ന മത്സ്യത്തിന് ഇവിടെ നമ്മുടെ നാട്ടിലേക്ക് ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അതിന് വലിയ ചുങ്കമാണ് നമ്മൾ ഏർപ്പെടുത്തുന്നത്. അത് നമ്മൾ ഏർപ്പെടുത്തുന്നത് ആ മത്സ്യത്തിന് നമ്മൾ ചുങ്കം ഏർപ്പെടുത്തിയില്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നും വരുന്ന മത്സ്യങ്ങൾ നമ്മുടെ രാജ്യത്തിലേക്ക് ഈ ചുങ്കം കുറഞ്ഞ നിലവിൽ ചുങ്കം വന്നു കഴിഞ്ഞാൽ നമ്മുടെ മത്സ്യബന്ധന മേഖല ഒട്ടാകെ നശിക്കും. അപ്പൊ ഇങ്ങനെ ഓരോ മേഖലയിലും നമ്മൾ ആ മേഖലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചുങ്കം ഏർപ്പെടുത്തുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ പ്രശ്നമല്ല. പക്ഷെ ഇതെല്ലാം വലിയ പ്രശ്നമായി കണ്ടുകൊണ്ടാണ് ഈ രാജ്യങ്ങൾക്കെല്ലാം എതിരെ ചുങ്കം ഏർപ്പെടുത്താനായിട്ടുള്ള ശ്രമം നടത്തുന്നത്. അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത് ഈ പറഞ്ഞതുപോലെ മറ്റു രാജ്യങ്ങൾ, അതായത് ഇപ്പോൾ യൂറോപ്യൻ യൂണിയനും ചൈനയും റഷ്യയും ഇന്ത്യയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഇതിന് പുറമെ സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ലോകത്ത് നിന്ന് നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് ഇത് ഈ പറഞ്ഞ ചുങ്കം എന്ന് പറയുന്ന അത് ഏർപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോയാൽ അത് ലോക സമ്പദ് വ്യവസ്ഥയെ തകിടം മറിക്കുമെന്നുള്ളതല്ലാതെ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്കും ലോക സമ്പദ് വ്യവസ്ഥയ്ക്കും സഖ്യകക്ഷികൾക്കും ഒന്നും ഗുണം ഉണ്ടാകത്തില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത. ഞാൻ അവസാനം ഈ പറഞ്ഞ ഏറ്റവും അവസാനം താങ്കൾ പറഞ്ഞതിൽ നിന്നൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ ഇതൊരു ട്രേഡ് വാറാണ് സ്വാഭാവികമായിട്ടും. അപ്പോൾ അങ്ങനെ ഒരു സെനാരിയോ രൂപപ്പെടുമ്പോൾ ഇപ്പോൾ ഏറ്റവും അവസാനം താങ്കൾ സൂചിപ്പിച്ചതുപോലെ വേറൊരു ചേരിക്കുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ചൈനയുണ്ട്, ഇന്ത്യയുണ്ട്, യൂറോപ്യൻ യൂണിയൻ അസംതൃപ്തമായിരിക്കുന്നു. അപ്പോൾ വേറൊരു ചേരി രൂപപ്പെടുക എന്നുള്ളൊരു സാധ്യത അത് തുറക്കുന്നുണ്ടോ ട്രംപ്? അങ്ങനെ ആയാലും മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുന്ന എൻ്റെ സ്ലോഗൻ വഴി അമേരിക്കയെ മുന്നിൽ നിർത്താൻ സാധിക്കും എന്ന് ട്രംപ് കണക്കുകൂട്ടുന്നുണ്ടോ? രണ്ടു തരത്തിൽ ഈ പ്രശ്നത്തെ കാണുന്നുണ്ട്. ഈ ചില വിദഗ്ധന്മാർ പറയുന്നത് 1971 നിക്സൺ ചെയ്ത ഒരു റിവേഴ്സ് സെനാരിയോ ആണ് ഇപ്പോൾ അദ്ദേഹം നടപ്പിലാക്കാൻ സാധിച്ചത്. അതായത് നിക്സൺ എന്നാ ചെയ്തത്, ഈ റഷ്യയും ചൈനയും തമ്മിലുള്ള സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അവർ തമ്മിൽ ശത്രുതയായി. ആ ശത്രുതയിൽ നിന്ന് മുതലെടുക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടാണ് ചൈനയെ അവരുടെ പക്ഷത്തേക്ക് കൊണ്ടുവന്ന് അവരുടെ ഇടയിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കി അതിന്റെ ഗുണം അവർ നേടിയെന്നാണ് പറയുന്നത്. ഈ ഒരു രീതി നടപ്പിലാക്കാനാണ് ഇപ്പോൾ ട്രംപ് ശ്രമിക്കുന്നത്. പക്ഷെ ഇവിടെ റോള് മാറിയിട്ട് റഷ്യയെ ചൈനയിൽ നിന്നും അടർത്തി മാറ്റി അമേരിക്കയുടെ കൂടെ നിർത്തിയിട്ട് അവരുടെ ഒരു കരുത്ത് കൂട്ടുക എന്നുള്ളൊരു സമീപനമുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മളിവിടെ കാണാതെ പോകാൻ കഴിയാത്തൊരു കാര്യം 1971 സ്ഥിതിയല്ല റഷ്യയും ചൈനയും തമ്മിലുള്ളത്. റഷ്യയും ചൈനയും തമ്മിൽ അതിശക്തമായ അതിഗാഠമായ തന്ത്രപരമായ ബന്ധമാണ് നിലനിൽക്കുന്നത്. ഇപ്പം നമുക്കറിയാം, റഷ്യ ഉക്രൈനിൽ നടത്തുന്ന യുദ്ധത്തിൽ ഏറ്റവും അധികം സഹായം നൽകുന്നത് ചൈനയാണ്. അപ്പൊ വളരെ വളരെ ശക്തമായി നിലനിൽക്കുന്ന ആ ബന്ധത്തിൽ ഒരു കാരണവശാലും വിള്ളൽ ഉണ്ടാക്കാൻ കഴിയത്തില്ല. എന്ന് മാത്രമല്ല, റഷ്യ അങ്ങനെ വിള്ളൽ ഉണ്ടായാൽ പോലും അതിനെയൊക്കെ അതിജീവിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സമ്പദ് വ്യവസ്ഥയായി ചൈന മാറി. ഈ പർച്ചേസിംഗ് പവർ പാരിറ്റി വെച്ച് നോക്കുമ്പോൾ അമേരിക്കയിലേക്കാൾ വലിയ സമ്പദ് വ്യവസ്ഥയായിട്ട് ചൈന മാറിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്ക ഈ തരത്തിലുള്ള ഈ വ്യാപാര യുദ്ധവുമായി മുന്നോട്ട് പോയാൽ, നാറ്റോ ഉൾപ്പെടെയുള്ളവ ഉപേക്ഷിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വേറൊരു ഒരു ബഹുധ്രുവ ലോകമല്ല, ഈ ഇരുധ്രുവ ലോകമായിട്ട് ചൈനയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗ്രൂപ്പ് ഉയർന്നു വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. എന്നാൽ ഇവരാഗ്രഹിക്കുന്നവർക്ക് റഷ്യ അങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിയത്തില്ല. റഷ്യ ചൈനയുടെ ഭാഗത്ത് തന്നെ നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടാകും. അമേരിക്ക ആഗോളതലത്തിൽ വ്യാപാര രംഗത്ത് മാത്രമല്ല രാഷ്ട്രീയ രംഗത്തും ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ലോകക്രമത്തിലേക്ക്, അതായത് ചൈനയുടെ നേതൃത്വത്തിലുള്ള ഒരു ലോകക്രമത്തിലേക്ക് ലോകം പോകുന്ന, അതായത് ഒരു ഭാഗത്ത് അമേരിക്കയും മറ്റൊരു ഭാഗത്ത് ചൈനയുടെ നേതൃത്വത്തിലുള്ള ഒരു ലോകക്രമം പോകുന്ന തരത്തിലേക്ക് വരും. അത് അമേരിക്കയ്ക്ക് ഒരു കാരണവശാലും ഗുണകരമാവില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. റൈറ്റ്. എന്തായാലും ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ആദ്യ ടേമിൽ തന്നെ അദ്ദേഹത്തിന് ഈ ആശയമുണ്ടായിരുന്നു.
രണ്ടാം ടേമിൽ പ്രസിഡന്റ് ആകാൻ മത്സരിക്കുമ്പോൾ അദ്ദേഹം ഈ ആശയം കൂടുതൽ ശക്തമായി മുന്നോട്ട് വെച്ചു. അദ്ദേഹം പ്രസിഡന്റ് ആയതിനു ശേഷം അത് നടപ്പാക്കാൻ ശ്രമിക്കുന്നു. ഈ വ്യാപാര യുദ്ധം അത് ഏത് വിധത്തിലാണ് അമേരിക്കയുടെ ലോകരാഷ്ട്രീയത്തിലെ സ്ഥാനത്തെ മാറ്റി തീർക്കാൻ പോകുന്നത്, ലോക ക്രമത്തെ മാറ്റി തീർക്കാൻ പോകുന്നത് എന്നൊക്കെ കാത്തിരുന്ന് കാണേണ്ടതാണ്. എങ്ങനെയായിരിക്കും ഈ നികുതി യുദ്ധത്തോട് മറ്റ് രാജ്യങ്ങൾ പ്രതികരിക്കാൻ പോകുന്നത് എന്നതും കാത്തിരുന്ന് കാണണം. ആ പ്രതികരണം വരുന്ന മുറയ്ക്ക് നമുക്ക് ഇതിൻ്റെ കൂടുതൽ വിശകലനങ്ങളിലേക്ക് കടക്കുകയും ആവാം. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.